ഇപ്പോൾ നമ്മോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് ബാലൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രഞ്ജിത്ത് ബാലൻ, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഈ ഒരു സൈബർ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഒരു സഞ്ചാർ സാത്തി ആപ്പ് അതാണിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു കേന്ദ്ര സർക്കാർ നീക്കത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? നോക്കൂ, ഈ സഞ്ചാർ സാത്തി ആപ്പിന്റെ ഇൻസ്റ്റലേഷൻസിലൂടെ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രൈവസിയിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് സർക്കാർ ചെയ്യുന്നത്. ഇതിന് പ്രധാന കാരണം ഈ ആപ്പ് വളരെയധികം ഡീപ്പ് പെർമിഷൻസ് ആണ്. ഇത് ഇൻസ്റ്റലേഷൻ ടൈമിൽ വളരെയധികം ഡീപ്പ് പെർമിഷൻസ് ആണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ SMS ആയാലും കോൾ ലോഗ്സ് ആയാലും ലൊക്കേഷൻ ആയാലും ക്യാമറ അടക്കം എല്ലാ പേഴ്സണൽ ഇൻഫർമേഷൻസും കൊടുക്കാമെന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, നമ്മളിപ്പോൾ ഇന്ന് 3 മണിക്ക് ഞാൻ എവിടെയാണ് എന്നുള്ളത് സർക്കാരിന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമല്ല. ഒരു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർക്ക് ഒരു നിയമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഡാറ്റകൾ എടുക്കാൻ എക്സിസ്റ്റിംഗ് നിയമങ്ങളുണ്ട്. അത് ടെലികോം പ്രൊവൈഡേഴ്സിനോട് ഗവൺമെന്റ് ചോദിച്ചാൽ അവർക്ക് വളരെ ഈസിയായി ലഭ്യമാക്കാവുന്ന സാഹചര്യം ഉണ്ട്. അത് അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഇത് നമ്മുടെ ജനങ്ങളിലോട്ട് ഇത് പ്രോപ്പർ ഡിസ്കഷൻസ് പോലും നടത്താതെ, ഇപ്പോൾ നമ്മുടെ ടെലികോം മിനിസ്റ്റർ ജ്യോതിരാജ് സിന്ധ്യ പറയുകയുണ്ടായി, ഇത് വേണമെങ്കിൽ കസ്റ്റമേഴ്സിന് ഡിസേബിൾ അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മറ്റു പല റിപ്പോർട്ടുകളും പറയുന്നത് ഇത് അൺഇൻസ്റ്റലേഷനോ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യുന്ന ഫീച്ചർ ഇതിൽ ഫ്യൂച്ചറിൽ ഇല്ലാതാകും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന നമ്മുടെ പ്രൈവസിമേലുള്ള ഒരു വ്യക്തമായ കടന്നുകയറ്റം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിപ്പോൾ സൈബർ സുരക്ഷ ഉറപ്പാക്കാനാണ് എന്ന് പറയുമ്പോൾ കൂടി പ്രൈവസിയിലേക്കുള്ള ഒരു കടന്നുകയറ്റം അത് തന്നെയാണ് ഇതിലേക്ക് നയിക്കുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതെ. ഇപ്പോൾ നമുക്ക് സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് യാതൊരു കൺസേൺസും ഇല്ല. അതിന് നമുക്ക് അതിൻ്റെതായിട്ടുള്ള കുറേയധികം സ്റ്റെപ്സ് ഗവൺമെന്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ IMEI നമ്പർ ട്രാക്കിംഗ് അതൊക്കെ അതിലൊന്നും നമുക്ക് പ്രോബ്ലം ഇല്ല. പക്ഷേ ഈ ഒരു ആപ്പ് ഇൻസ്റ്റലേഷനിലൂടെ നമ്മുടെ പ്രൈവസിയിലോട്ടുള്ള വ്യക്തമായിട്ടുള്ള കടന്നുകയറ്റമാണ്. അത് പ്രോപ്പർ ഡിസ്കഷൻസ് പോലും നടത്താതെ, പാർലമെന്റിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചർച്ച പോലും നടത്താതെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു തരത്തിലും അക്സെപ്റ്റബിൾ അല്ല. തീർച്ചയായും ഇപ്പോൾ നിർദ്ദേശം നൽകിയതനുസരിച്ച് 90 ദിവസം അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിലാണ് എല്ലാ കമ്പനികളോടും ഇത്തരത്തിലുള്ള ഒരു ആപ്പ് നിർബന്ധമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, സ്വകാര്യതയ്ക്ക് വലിയ രീതിയിൽ മുൻതൂക്കം കൊടുക്കുന്നതാണ് ആപ്പിൾ കമ്പനി എന്നുള്ളത്. ഈ ആപ്പിൾ അടക്കമുള്ള നിർമ്മാതാക്കളാണ് ഈ ഒരു നീക്കത്തോട് ഇപ്പോൾ പ്രതികരിക്കാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഫോൺ കമ്പനികളെല്ലാം ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത്തരമൊരു ആപ്പ് വരാനുള്ള ഒരു സാധ്യത തന്നെയല്ലേ ഉള്ളത്? ഇപ്പോൾ നമ്മുടെ ടെലികോം അതോറിറ്റീസ് പറയുന്നത് ഇത് പുതിയ മൊബൈലുകളിലാണ്, പുതിയ ഫോണുകളിലാണ് മാൻഡേറ്ററി ആയി ഇതിന്റെ ഇൻസ്റ്റലേഷൻ എന്ന് ഇപ്പൊ പറയുന്നു. പക്ഷേ ഇത് ഫ്യൂച്ചറിൽ എക്സിസ്റ്റിംഗ് ഫോണുകളെല്ലാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇത് മാൻഡേറ്ററി ആയി ഇൻസ്റ്റാൾ ചെയ്യേണ്ട രീതിയിലോട്ട് ഇത് മാറും. ഇപ്പോൾ പറയുന്ന രീതികളായിരിക്കില്ല പിന്നീട് വരുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ആപ്പിൾ കമ്പനി ഗവൺമെന്റ് ഒരു നിർദ്ദേശം കൊണ്ടുവന്നാൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി എന്നുള്ള നിലയിൽ അവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് നമ്മുടെ പാർലമെന്റിൽ, ഇവിടെ നിയമനിർമ്മാണം നടത്തുന്ന നമ്മുടെ പാർലമെന്റിൽ ഇത് വ്യക്തമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റെപ്സ് എടുക്കാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങളുടെ വ്യക്തമായ അഭിപ്രായം. തീർച്ചയായും സാർ, വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.